ഹലോ എവരിവൺ, അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരുപാട് നാൾക്ക് ശേഷം. അല്ലേ മിക്കു? ഒത്തിരി നാൾക്ക് ശേഷം ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് വലിയ ഒരു വ്ളോഗൊന്നുമല്ല കേട്ടോ, ഒരു വീക്കെൻഡ് ഡേ ഔട്ടാണ്. നമ്മുടെ ഈ കോന്നി പത്തനംതിട്ട ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് ഒരു പുതിയ വണ്ടിയിലിരിക്കുന്ന ഫീല് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? അതെ, ഞങ്ങൾ പുതിയൊരു വണ്ടി എടുത്തു. ഏത് വണ്ടിയാണ് മിക്കു? ബ്ലാക്ക് വണ്ടി. അപ്പോൾ ഞങ്ങൾ മഹേന്ദ്രയുടെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, മഹേന്ദ്രയുടെ താർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ വണ്ടിയുടെ കുറച്ച് കാഴ്ചകളും വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഒത്തിരി ഇൻട്രോ പറയാൻ നീട്ടുന്നില്ല, നമുക്ക് പോയേക്കാം. ഓക്കെ, പോവാം. ഓക്കെ, പോവാന്ന് പറ. ഇപ്പം നമ്മൾ കോന്നിന്ന് പാസ് ചെയ്ത് കേട്ടോ. കോന്നിന്ന് ഇപ്പം നമ്മൾ തണ്ണിത്തോട് റൂട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസിൽ ഓൾറെഡി ഈ റൂട്ടൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. അപ്പോൾ നമ്മൾ തണ്ണിത്തോട് റൂട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല മനോഹരമായൊരു വിഷ്വൽ കണ്ടോ? ആ കറക്റ്റ് സെൻറ്ററിലൊരു പള്ളി, ഒരു ചർച്ച്, നല്ല മലനിരകൾക്കിടയിലൂടെ ചെറിയൊരു സ്ലോപ്പാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ ഈ ഒരു റൂട്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പോൾ MX3 വേരിയൻ്റ് ആണ്, ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, MX380. ഞങ്ങൾ മാനുവലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ട്രാഫിക് പിന്നെ സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ കൂടുതലും ഓട്ടോമാറ്റിക് എടുക്കുന്നതാണ് നല്ലത്. അത് എൻ്റെ ഒരു കൺസെപ്റ്റാണ്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. മാനുവൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഏറ്റവും ക്രേസുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് മാനുവൽ ഗിയർ ഷിഫ്റ്റിങ് ഡ്രൈവ് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്തോ എനിക്കിപ്പോൾ ഓട്ടോമാറ്റിക്കിലോട്ടൊരു താല്പര്യം. നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാം, ടെൻഷനില്ലാതെ. അപ്പം ഞാൻ നേരത്തെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞത്. ഇപ്പം വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ആംബിയൻസൊക്കെ ചുറ്റും വനമാണ്, രണ്ട് സൈഡും വനമാണ്, പക്ക സൈലൻറ്റ് ആംബിയൻസ് ആണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഫ്രണ്ട് ക്ലസ്റ്റർ വരുന്നത്. ഇതിനകത്ത് സ്റ്റിയറിങ്ങിൽ തന്നെ എല്ലാ അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ സ്റ്റിയറിങ്ങിൽ തന്നെ വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതാ കണ്ടില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന അതേ സ്ക്രീൻ തന്നെയാണ്, HD ആണ് കംപ്ലീറ്റ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ വരുമ്പോൾ ഇത്രയും വലുപ്പമില്ല, സ്മോൾ സൈസാണ്. ഇതിനകത്ത് എല്ലാ ടച്ച് സ്ക്രീനും കാര്യങ്ങളും, ആൻഡ്രോയിഡ് കണക്ഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത്, നമ്മുടെ ഫോൺ സ്ക്രീനിങ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ ഒക്കെ ആണെങ്കിലും ജസ്റ്റ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ ഫ്യൂവലിൻ്റെ ഇൻഫോർമേഷന് കാര്യങ്ങൾ, അതൊക്കെ അത്യാവശ്യം സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത്, ആൻഡ്രോയിഡ് ഓട്ടോ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതെല്ലാം ഇതിനകത്ത് കംപ്ലീറ്റ് അവൈലബിൾ ആണ്. ഞാനും മാനുവൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് നമുക്ക്. പിന്നെ ഇത് നിങ്ങൾക്കറിയാം 2 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വണ്ടിയെ പറ്റിയുള്ള. ഇനി ഔട്ട്ലുക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം, വണ്ടിയുടെ ഔട്ട്ലുക്ക്. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് കേട്ടോ. നമുക്ക് നമ്പർ കിട്ടിയിട്ടില്ല. ഈ ഫോഗ് ലാമ്പൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചതാണ് കേട്ടോ. ഫോഗ് ലാമ്പ് ഇൻബിൽറ്റായിട്ട് വരുന്നില്ല. പിന്നെ DRL ആണെങ്കിലും നമുക്ക് MX3 വെർഷന് വരുന്നില്ല. നമുക്ക് അഡീഷണൽ വേണേൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ. ആണ് അതിൻ്റെ ഒരു ബാക്ക് ലുക്ക് വരുന്ന. ആവശ്യത്തിന് ബൂട്ട് സ്പേസ്. ബാക്ക് ഡോർ ഓപ്പണിങ് വരുമ്പോൾ ഇങ്ങനെയാണ്. ഏജൻസി സംരംഭം. ഇത് നമ്മുടെ അടവി എത്തുന്നതിന് മുമ്പ്, കൊട്ടവഞ്ചി ഏരിയ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു ഹോട്ടലാണ്. ഇവിടെ നമ്മുടെ ഡോക്ടർ ലക്ഷ്മി നായരൊക്കെ വന്നിട്ടുണ്ട്. രാവിലെയൊക്കെ നല്ല കപ്പയും പഴങ്ങഞ്ഞൊക്കെ കിട്ടും. എനിക്കൊന്ന് ഇപ്പോൾ ഒരു പ്രിപ്പറേഷനിലാണ്. അവിടെ ചേച്ചി കണ്ട് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. പാലം അല്ലേ, അടവി കൊട്ടവഞ്ചി സവാരി സ്വാഗതം. ശരിക്കും ദ റിയൽ ഫോറസ്റ്റ് കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ ചീറ്റിയിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, നല്ല വെടിക്കെട്ട് മഴ. ഇപ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമെന്ന് വെച്ചാൽ മണ്ണീറ വാട്ടർഫോൾസ് ആയിരുന്നു. ഇപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ട്. ശരിക്കും ഈ റൂട്ട് കുറച്ച് മുന്നോട്ട് പോയാൽ മതി, പക്ഷെ വണ്ടികളൊന്നും അങ്ങോട്ട് ഭയങ്കര ബ്ലോക്ക് ആണെന്നാണ് ഇപ്പം പറഞ്ഞത്. മിക്കുവിന് വെള്ളച്ചാട്ടം കാണണമെന്ന് പറഞ്ഞു. അയ്യോ, എന്തൊരു ബിഗ് വെള്ളച്ചാട്ടം നോക്കി. പോകുന്ന റൂട്ട് ഒരു അടിപൊളി സ്പോട്ടാണ്. ചെറിയൊരു തോടാണ്, കണ്ടില്ലേ, നല്ല ഫോറസ്റ്റിനകത്തുള്ളൊരു ബ്യൂട്ടി. ആ സ്ട്രെയിറ്റ് കാണുന്നത് ഒരു പൈനാപ്പിൾ ഫാമിംഗ് ഏരിയ ആണ്. നമ്മളൊരു എത്ര വർഷമായിടി ഇവിടെ വന്നൊരു വീഡിയോ നമ്മൾ ചെയ്ത്? മിക്കുവിന് 1.5 വയസ്സുള്ളപ്പം ഞങ്ങളിവിടെ വന്നൊരു വീഡിയോ. അത് മമ്മിയും പപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? ആ സെയിം വൈബ് കൊള്ളാം. മിക്കും കിച്ചുമോളും വെള്ളത്തിൽ കളിക്കുകയാട്ടോ. ഇപ്പം മഴ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. വെള്ളമെന്ന് പറഞ്ഞാൽ അങ്ങ് മരിക്കും ചെറുക്കൻ. എല്ലാം കിട്ടിയോ? കിട്ടിയോ? അപ്പൊ ഒരു മീനെ കിട്ടിയ. കഷ്ടപ്പാടിന്റെ ഫലം. ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ടാണോ? ഇനിയിപ്പോ ഇത് കൊണ്ട് അതിനകത്തിടുമ്പോ അവര് അടി ഉണ്ടാക്കൂ. ഒരാള് ഗ്ലാസ് കൊണ്ട് മീനെ പിടിക്കാൻ പോയേക്കുന്നു. എനിക്ക് വയ്യ, ദൈവമേ. മിക്കു അലമ്പാ കേട്ടോ. മിക്കുവിനെ വിളിച്ചിട്ട് വരുന്നില്ല. എന്ത് പരിപാടി, പോകണ്ടേ? മിക്കു ബ്ലാക്ക് വണ്ടി കഴുകുക കേട്ടോ, മിക്കുവിന്റെ ബ്ലാക്ക് വണ്ടി. അപ്പൊ ഞങ്ങൾ കുളിയും നനയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാ കേട്ടോ. ഡേടാ മിക്കു പോണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ എന്തായാലും ചെറിയൊരു വീക്കെൻഡ് യാത്ര. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഔട്ടിങ് പോലെ പോവുക. പിന്നെ ഞങ്ങൾ പുതിയൊരു വണ്ടി എടുത്തു. അപ്പം അതുകൊണ്ടൊന്ന് ട്രാവൽ ചെയ്യണമെന്നൊക്കെ, എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണം. ഒത്തിരി ലോങ് വെറുതെ പെട്രോൾ അടിച്ച് വെറുതെ പോകണ്ടല്ലോ. നമ്മുടെ അടുത്ത് നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ കോന്നിയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഹരിതവും ഒക്കെ നിറഞ്ഞ മനോഹരമായ ഉണ്ടല്ലേ, ബ്യൂട്ടി. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ ബൈ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ ബൈ പറ. ടാറ്റ.